ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും നിന്ദകളും ആക്ഷേപങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏടുകളിൽ അതല്ല കുടുംബ ജീവിതത്തില് ഇരുഭാഗങ്ങളിലും ഒക്കെ കടന്നു പോകുന്നു വന്നേക്കാം. അങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ പോലെ ആശ്വാസത്തിന്റെ വാക്കുകളാൽ അവളെ ആശ്വസിപ്പിക്കുന്ന, അവളെ സന്തോഷിപ്പിക്കുന്ന, അവളെ സ്വാന്തനപ്പെടുത്തുന്ന ഒരു തക്കതുണയായിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടെ അത് നിലനിൽക്കുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഓരോരുത്തര് സ്വന്തം ഭാര്യ, ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. അങ്ങനെയുള്ളതായ ഹല്ലേലൂയ ചാരിത്രീയമായിരിക്കുന്ന ജീവിതത്തിന്റെ വിശുദ്ധിയെ പാലിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നും കൂടെ പറയുമ്പോൾ അതാ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ സന്താനപുഷ്ടിയുള്ളവരായി എന്നുള്ളതാകുന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാനവജാതിയുടെ നിലനിൽപ്പ് കുടുംബ ജീവിതത്തിൽ നിക്ഷിപ്തമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ അതാ ദൈവം ഈ വിശുദ്ധ വിവാഹം അതാ വെച്ചിരിക്കുന്നത് മാനവജാതിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. സ്തോത്രം. ഭാഗങ്ങളിൽ വായിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾ ദൈവത്തിന്റെ ദാനമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ മനസ്സിലാക്കുവാൻ അവിടെ ആയിത്തീരുന്നുണ്ട്. കുടുംബ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ദാനങ്ങളെ നൽകി അതാ അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വെളുക്കാലം സ്തോത്രം അങ്ങനെ കൂട്ടായി ചേർന്നിമ്പമായി വസിക്കുന്നതായ ആ കുടുംബം എത്രയോ അനുഗ്രഹമായിരിക്കും. ഈ അവരിരുവരും ചേർന്നുള്ളതായിരിക്കുന്ന ഒരു കുടുംബ ജീവിതം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുന്നത് പോലെ അവർ കൂട്ടായി ചേർന്ന് അതാ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് ദൈവത്തിന് മനസ്സിലാക്കുന്നത് പോലെ ദൈവത്തോടു കൂടെ ആ കുടുംബ ആരാധനകളില് അതാ മുടക്കം വരുത്താതെ ദൈവത്തിന്റെ പ്രഥമ സ്ഥാനം അവരുടെ ജീവിതത്തിൽ കൊടുത്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കുടുംബ ജീവിതം നയിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം ഹല്ലേലൂയ അതാ സർവവിധമായിരിക്കുന്ന കൃപകളും അത് നൽകി ദൈവത്ത ദമ്പതികളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഇത് വെളുക്കാലം ദൈവസഭയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. ഒരു ഭാഗങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ, ഇത് നിഴലായി ഇവിടെ നടക്കുന്നതാണ്. നിഴലായിട്ട് ഈ ലോകത്തിൽ ഒരു വിവാഹം നടക്കുമ്പോൾ അതിൽ പൊരുളായി ഒന്ന് വിളിച്ചറിയിക്കുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷന് വേണ്ടി ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് ദൈവവചനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദമ്പതികൾ ഇവിടെ വരുവാൻ പറഞ്ഞപ്പോൾ അവർ മാത്രമാണ് മുൻപോട്ട് കടന്നു വന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഒരു കാര്യം നമ്മെ വിളിച്ചറിയിക്കുന്നത്, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതായ തന്നെ അന്നയെ ചേർക്കുവാനുള്ളതായ സമയമേറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ വചനത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ശബ്ദത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അതിനു വേണ്ടി ഒരുങ്ങപ്പെടുവാൻ ഇതുവരെ സാധ്യമായി തീർന്നിട്ടില്ല എങ്കിൽ ഇന്ന് വെളുക്കാല കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവന്റെ വചനത്തെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഒരു ജീവിതം നയിച്ച് കർത്താവിന്റെ കാന്തയെന്ന മണവാട്ടിവളത്തിലേക്ക് എത്തിച്ചേർന്ന് അവന്റെ വരവെങ്കിൽ പ്രത്യാശയോടുകൂടെ അവ ഒരുങ്ങി നിന്ന് ആ വരവെങ്കിൽ കാണപ്പെടുവാൻ സർവകൃപാലുവായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവസഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകം അതാ ഇന്ന് വെളുക്കാല കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നതായിരിക്കുന്ന അതാ നിയുക്ത ദമ്പതികൾക്ക് സകലവിധമാകുന്ന അനുഗ്രഹ ആശീർവാദങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കി ദൈവസഭയിൽ ഇരിക്കും. ഞാൻ അവിടെ നടുവിലുണ്ട് നല്ല ചെയ്തവനായിരിക്കുന്ന ദൈവം നമ്മുടെ മധ്യയുണ്ട്. കർത്താവിന്റെ നാമത്തിൽ കൂടിയെങ്കിൽ മാത്രമേ കർത്താവ് വരികയുള്ളൂ. ചന്തയിൽ പോകുമ്പോൾ ദൈവത്തിന് സാന്നിധ്യമുണ്ട് എന്നുള്ള ശരിയെങ്കിലും ദൈവത്തിൻ്റെതായിരിക്കുന്ന അനുഗ്രഹം അവിടെ കിട്ടത്തില്ല. ആളുകൾ കൂടുന്നിടത്ത് ഞാൻ വരുമെന്നല്ല, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ നടുവിൽ. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലിരിക്കുന്നു എന്നുള്ളതായ ബോധത്തോടുകൂടെ നമുക്ക് ദൈവസ്ഥയിലിരിക്കുകയും സ്വല്പസമയം കൂടെ
വിവാഹത്തോടുള്ളതായ ബന്ധത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ഇടയായതിനാൽ ദൈവത്തിന് സ്തോത്രവും ചെയ്യാം. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. ആത്മീയ ശുശ്രൂഷയായതിനാലാണ് പാട്ട്, പ്രാർത്ഥന, ദൈവവചന ശുശ്രൂഷ എന്നിവയെല്ലാം ഇവിടെ കാണുന്നത്. ഇത് കേവലം ഒരു ചടങ്ങായിരുന്നുവെങ്കിൽ ചടങ്ങിനോടുള്ളതായ ബന്ധത്തിൽ പാട്ട് പാടണമെന്നില്ല, പ്രാർത്ഥിക്കണമെന്നില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഇതൊരു ചടങ്ങല്ല, ആത്മീയ ശുശ്രൂഷയും കൂടെയാണ് എന്ന് ദൈവമക്കൾ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവസന്നിധി വന്നു. ഗവൺമെന്റ് നിയമപ്രകാരം വിവാഹം എന്നുള്ളത് ഗവൺമെന്റ് അംഗീകരിക്കും. ദേശീയ കച്ചേരിയിൽ ചെന്നിട്ട് അവരിരുവരും താല്പര്യപ്പെട്ടിട്ട് ചെറുക്കനും പെണ്ണും ഒപ്പിട്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ ഭാര്യാഭർത്തന്മാരായി തീരുന്നു. പാർട്ടി ഓഫീസിൽ ചെന്ന് പാർട്ടി ലീഡേഴ്സ് ഭൂമാല അന്യോന്യം മാറിയാൽ അത് വിവാഹമാണെന്ന് പാർട്ടിക്കാർ ഗവൺമെന്റ് അംഗീകരിക്കും. ദൈവം അംഗീകരിക്കുന്നത് ദൈവത്താൽ ബോധിപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന ആ നിലയിൽ ഇന്ന് നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് നാമത്തിൽ എന്ന് പറയുന്നതായ ഈ പെൺകുട്ടി ഇവിടെ ഈ കസേരയിൽ വന്നിരിക്കുകയാണ്. വന്നിരിക്കുകയല്ല, ഈ യോഗം ആരാം എന്നാൽ അവർക്കറിയാം ഇന്നത്തെ സദസ്സം, ഇന്നത്തെ കുടിവരവ്, ഇന്നത്തെ ശുശ്രൂഷ, ഇന്നത്തെ വിവാഹം, ഇതിന് ശേഷമുള്ളതായ അടിയന്തര കാര്യാദികൾ അവരോടുള്ള ബന്ധത്തിലാണ്. പിന്നെ പുറയിൽ അറിവിന് വേണ്ടിയും ഞാൻ കാണുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ശ്രദ്ധയോടിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയെ നിങ്ങൾ നിയന്ത്രിക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ്: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ ആൾക്കാർ വൃഥ ജാഗരിക്കുന്നു. മക്കൾ യഹോവ തരുന്നതായ പ്രതിഫലം. 3 കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയുന്നു. ഒന്ന്, പണിയുന്നു, കാക്കുന്നു, നൽകുന്നു. എന്ത് പണിയുന്നു? വീട് പണിയുന്നു. വീടെന്ന് പറയുമ്പോൾ മരം കൊണ്ടും കല്ലുകൊണ്ടും സിമെന്റ് കൊണ്ടും കമ്പി കൊണ്ടും പണിയുന്നതായിരിക്കുന്ന വീടല്ല. പ്രത്യേക ഒരു ഭവനത്തെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് 128 സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. അവന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി, അവന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഓരൂതൈകൾ. യഹോവ പണിയുന്നതായ വീട്, യഹോവ കാക്കുന്ന വീട്, യഹോവ നൽകുന്ന വീട്. ആ വീട്ടിൽ ആയിരിക്കുന്നതായ പുരുഷൻ യഹോവയെ ഭയപ്പെടും. അവന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും. അവന്റെ മക്കൾ സമാധാനം നൽകുന്നതായ ഒരു വിതൈകളായിരിക്കും. ഒരു കുടുംബം ഇന്നിവിടെ രൂപപ്പെടാൻ പോകുകയാണ്. ക്രിസ്തീയ കുടുംബം, വിശിഷ്യ പെന്തക്കോസ്ത് കുടുംബം ഇവിടെ രൂപപ്പെടാൻ പോകുകയാണ്. ആ നിലയിൽ എനിക്ക് ഈ കുടുംബത്തോട് പറയാനുള്ളത്: യഹോവയെ ഭയപ്പെടണം, അവര് വഴികളിൽ കൂടെ നടക്കണം. യഹോവയെ ഭയപ്പെടുന്നവരുണ്ട്, എന്നാൽ എല്ലാവരും വഴിയിൽ കൂടെ നടക്കത്തില്ല. യഹോവയെ ഭയപ്പെട്ട് അവര് വഴിയിൽ കൂടെ നടന്നാൽ ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കുന്ന ഒരു ഭാര്യയെ ദൈവം അവന് കൊടുക്കും. അത് മാത്രമല്ല, അവരുടെ തലമുറ, അവരുടെ സന്താനം സമാധാനം, ഒരു സമാധാനത്തെയാണ് കാണിക്കുന്നത്. സമാധാനത്തിന്റെ മക്കളായിരിക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്നത്: യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇങ്ങനെയാകും. യഹോവ ഭക്തനായ പുരുഷൻ ഇപ്രകാരമായിരിക്കും. ഒന്നേ, ഭയം ഭക്തിയിലേക്ക് നടത്തും. നിന്റേതായിരിക്കുന്ന ഭയം, ദൈവത്തിനുള്ളതായിരിക്കുന്ന ഭയം നിന്റെ ഭാര്യയെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഭക്തിയിലേക്ക് നടത്തും.
അനുഗ്രഹിച്ചു. എങ്ങനെ? സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു വരിക. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്വത്തിൽ ദൈവം ഉൾക്കൊള്ളിച്ചിരുന്നതായ സ്ത്രീ പുരുഷൻ. എന്തിന് സ്ത്രീയെ സൃഷ്ടിച്ചു? പുരുഷനെ മാത്രം പോരായിരുന്നു. ദൈവത്തിന്റെ ആദ്യ സൃഷ്ടി ദൂതന്മാരാണ്. ദൂതന്മാരുടെ ഇടയിൽ സ്ത്രീലിംഗമില്ല, സ്ത്രീത്വമില്ല. അവർ ആത്മീയ ജീവികളാണ്. പക്ഷേ അവർ പുരുഷന്മാരുടെ വേഷം മനുഷ്യർക്ക് അവർ പ്രത്യക്ഷരായിട്ടുണ്ട്. അങ്ങനെ സൃഷ്ടിച്ചതായിരിക്കുന്നതായ സൃഷ്ടിയിൽ ഒരു കൂട്ടരായിരിക്കുന്ന ദൂതന്മാർ പാപം ചെയ്തിട്ട് അവർക്ക് ദൈവം പാപ്പാൻ കൊടുത്തതായ ഭൂമി അവർ നഷ്ടപ്പെടുത്തി പാഴും ശൂന്യമായി തീർന്നു. പിന്നീട് ദൈവത്തിൻ്റെതായിരിക്കുന്നതായ തിരിജ്ഞാനത്തിൽ ഉടലെടുത്തതായിരിക്കുന്നതായ ഒരു സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി. അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. സന്തതിയുള്ളവരായി അവ വർദ്ധിച്ചു വരിക. അങ്ങനെയുള്ളതായിരിക്കുന്ന അവസരത്തിൽ ദൈവം അങ്ങനെ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിയോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ദൈവം ആദാമിൽ നിക്ഷിപ്തമാക്കിയിട്ട് ഇനിയും ആദാം അവരിഷ്ടമായതിനെ തെരഞ്ഞെടുക്കുമോ എന്ന് അറിയേണ്ടതിനു വേണ്ടി ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളെ അവന്റെ മുൻപിൽ കൂടെ കടത്തിവിട്ടു. പക്ഷേ ഒന്നിനെയും തെരഞ്ഞെടുത്തില്ല. ഒന്നിനെയും തെരഞ്ഞെടുക്കാഞ്ഞതിന്റെ കാര്യം അവന് വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിയായിരിക്കുന്നത് എനിക്ക് തക്ക തുണയായിരിക്കണമെങ്കിൽ വ്യക്തിത്വമുള്ളതായിരിക്കുന്ന ഒന്ന് വേണം. അതിനാൽ ആ സൃഷ്ടിയിൽ അഥവാ പക്ഷി മൃഗജാലങ്ങളിൽ നിന്ന് ഒന്നിനെയും തെരഞ്ഞെടുത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് കാണുന്നതായ പക്ഷി മൃഗജാലത്തിന്റെ കൂട്ടല്ല. അന്ന് ശാപം കിട്ടിയത് കൊണ്ടാണ് ഇന്നത്തെ നിലയിലായത്. ഏറ്റവും മനോഹരമായ നിലയിലായിരുന്നു. അവര് അന്യോന്യം ആശയവിനിമയം ചെയ്യത്തക്കവണ്ണം ഭാഷയുള്ളവരായിരുന്നു. എന്നാൽ ആദാം ഒന്നിനെ തെരഞ്ഞെടുക്കാതിരുന്നപ്പോൾ എങ്കിലും അവന് തക്കതായോ ഒരു തുണയെ കണ്ടുകിട്ടിയില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരിൽ നിന്ന്, അവരുടെ യാത്രയിൽ നിന്ന്, അവരുടെ മാംസത്തിൽ നിന്ന്, അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് അവയെ ദൈവം രൂപം കൊടുത്തിട്ട് അവരുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവരുടെ കണ്ട മാത്രയിൽ ആദാം പറയുന്നു, ഇതെന്റേത്. ആനയെ കണ്ടിട്ട് പറഞ്ഞില്ല, പാവിനെ കണ്ടിട്ട് പറഞ്ഞില്ല, അതുപോലുള്ളതായിരിക്കുന്ന സൃഷ്ടിജാലങ്ങളെ കണ്ടിട്ട് പറഞ്ഞില്ല ഇതെന്റേതെന്ന്. അവനെ പോലെ വ്യക്തിത്വമുള്ളതായിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ പറയുകയാണ്, ഇത് എന്റേത്. മാമച്ചന്റെ മുന്നിൽ കൂടെ എത്ര പേര് കടന്നുപോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ തീരുമാനിച്ചു, ഇത് മതി, ഇതെന്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പച്ചനും സമ്മതിച്ചു, അമ്മയും സമ്മതിച്ചു, ചേട്ടന്മാര് സമ്മതിച്ചു, അടിയന്മാര് സമ്മതിച്ചു, സഭയും സമ്മതിച്ചു. ഇനി എന്തിനാ ഇവിടെ വന്നത്? ദൈവം യോജിപ്പിക്കാനാണ്. ദൈവം യോജിപ്പിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധി വരണം. ദൈവത്തിന്റെ സന്നിധി വന്നെങ്കിലേ ദൈവം യോജിപ്പിച്ചു. അങ്ങനെ നിശ്ചയിച്ചു. ഞാൻ ചോദിക്കുന്നു, ഷീബയല്ലാതെ മണി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെയും കൊണ്ടുവന്നോ? ഇല്ല. ദൈവം ഇതാണ് നിശ്ചയിച്ചത്. അവരും അത് തന്നെയാണ് നിശ്ചയിച്ചത്. ദൈവം അവന് വേണ്ടി ഒന്നിനെ കൊണ്ടുവന്നപ്പോൾ മതിയെന്ന് പറയുകയും ചെയ്തു. ഇരിക്കുന്നവരെല്ലാം അങ്ങനെയാണെന്ന് എന്റെ വിചാരം. വഴിയെ കയറി വന്നതല്ല. ഞാൻ തൃശ്ശൂർ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞിട്ട് തൃശ്ശൂരിന് ഞാൻ ട്രെയിനിൽ കയറി വരുന്നതായ സമയത്ത് ഒരു വല്യപ്പച്ചൻ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കിയേച്ച് ചോദിച്ചു, കുഞ്ഞെ എവിടെ ഏതാ? കണ്ടിട്ട് പെങ്ങളെ പോലെ തോന്നി. എന്നാൽ ഞങ്ങളുടെ സംസാര രീതി ഇടപെടെയും കണ്ടിട്ട് ഭാര്യയും ഭർത്താവും പുതുമണവാട്ടിയായിട്ട് തോന്നി. എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യ. നിന്റെ വീട് എവിടാ? പറഞ്ഞു, പത്തനാപുരം. എടാ, പത്തനാപുരത്തെങ്ങും പെണ്ണില്ല, ഒരു തൃശ്ശൂർ. എന്താ ഉടനെ എനിക്ക് വേണ്ടി ഒരുക്കിയതായ ഒരു പെൺകുട്ടി തൃശ്ശൂരായിരുന്നു.
ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. എന്തുകൊണ്ടാ? ദൈവം നിശ്ചയിച്ചിട്ടാ മുന്നേ വരുന്നു. ദൈവം നിശ്ചയിച്ചിട്ട് ആദാം ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകനായിരിക്കുന്ന ആദാമിന് ദൈവം തന്നെ ഒരു ഭാര്യ ആകേണ്ടതിന് വേണ്ടി സ്ത്രീയെ കൊണ്ടു. കണ്ടപ്പോൾ പറഞ്ഞു ഇതെന്റെ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. പെണ്ണിനോട് പറ്റിച്ചേരുമെന്നല്ല, ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യ ആകുന്നതപ്പോൾ ശിഷ്യന്മാർ അതെ പരീക്ഷന്മാർ വന്ന് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ പെണ്ണിനെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്നല്ല. ഉടനെ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവം യോജിപ്പിക്കുമ്പോഴാണ് ഭാര്യ ആകുന്നത്. ഇപ്പോഴും ചെറുക്കനും പെണ്ണുമാണ്, ഭാര്യയും ഭർത്താവുമല്ല. ഇപ്പോഴും പുരുഷനും സ്ത്രീയുമാണ്, ഭാര്യയും ഭർത്താവുമല്ല. അടുക്ക വന്നിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ പറഞ്ഞിട്ട്. എന്നാൽ ഒരു ഭാര്യയും ഭർത്താവും ആകുന്നത് എപ്പോഴാണ്? ദൈവം യോജിപ്പിക്കുന്നതോ. ഇനി ദൈവം എന്ന് പറയുന്നത് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇതാ മാമച്ചൻ വെളുത്ത് സുന്ദരന, ഷീബ വെളുത്ത് മുടിയും ചൂടി കിരീടവും ചൂടി വളരെ സൗമ്യമായിട്ട് കൂടിയിരിക്കുകയും. എന്നാൽ ഇവർ രണ്ടുപേരും ഈ ഷീബയെന്നും മാമച്ചനെന്നും പറഞ്ഞതായിരിക്കുന്ന രണ്ടു വ്യക്തികളാണ്. ആ വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെയോ അവര് പുതച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഉടുത്തിരിക്കുന്നതോ അവരുടെ ശരീരത്തെ ഉടുപ്പിച്ചിരിക്കും. അവരിൽ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെയാണ് യോജിപ്പിക്കുന്നത്. ആര്? മഹാദൈവം. അദൃശ്യനായിരിക്കുന്ന ദൈവം, അദൃശ്യമായിരിക്കുന്ന രണ്ട് വ്യക്തികള് അദൃശ്യമായിരിക്കുന്ന സ്നേഹബന്ധത്താൽ യോജിപ്പിക്കുന്നതായിരിക്കുന്നതാണ് വിശ്വവിവാഹം. ദൈവയോജി ശരീരങ്ങൾ തമ്മിൽ യോജിക്കുന്നുണ്ട്. അത് വിവാഹമല്ല. എന്നാൽ വിവാഹം എന്ന് പറയുന്നത് അവരുടേതായ വ്യക്തിത്വങ്ങളെ യോജിപ്പിക്കുക. ആ വ്യക്തിത്വങ്ങളെ യോജിപ്പിക്കുന്നത് ദൈവമില്ല. ദൈവത്തിന് മാത്രമേ വർദ്ധിക്കാൻ കഴിയൂ. ദൈവമായിരിക്കുന്ന കർത്താവ് ഹോവയായ ദൈവം ഔവയെ ഉണ്ടാക്കി ഔവയെ അവന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ദൈവത്തെ യോജിപ്പിച്ചു. ഇങ്ങനെ യോജിക്കുന്നത് ഉദയസമ്പന്നത്തിലെ ഉദയസമ്പന്നത്തിന് വർദ്ധിക്കണ്ടോ? അതേ അങ്ങനെ കേറിയിട്ട് പറഞ്ഞു. തിരുഹൃദയത്തിൽ തിരിജ്ഞാനത്തിൽ ഉടലെടുത്തതായിരിക്കുന്നതായ ആണും പെണ്ണുമായി സൃഷ്ടിച്ച ഭാര്യയും ഭർത്താക്കന്മാരുമായി തീർന്നിട്ട് അവർ ഒരു ദേഹമായി തീർന്നിട്ട് അവരിൽ കൂടെ ദൈവത്തെ ആരാധിക്കുന്ന തലമുറ ഉളവാകണം.
അത് വിശുദ്ധമാണ്, അത് ന്യായമാണ്, അത് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണമാണ്, അത് ദൈവം അതേ തന്റെ ജ്ഞാനത്തിൽ ഉടലെടുത്തതായിരിക്കുന്നതായ വിഷയമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 32 വരെയും 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ളതായ വാക്യത്തിൽ ആ കടപ്പാടുകളെ കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അത് വിവരിക്കുവാൻ എനിക്ക് സമയമില്ല. സമയമുണ്ടെങ്കിലും വിവരിച്ചതുകൊണ്ടും ഇപ്പോൾ വിവരിച്ചതുകൊണ്ട് എവർക്കും ഗുണം വരികയില്ല. കാരണം അതല്ല ചിന്ത. എന്നാൽ ആ ഒരു ഭാര്യയും ഭർത്താവുമായി തീർന്നിട്ട് ജീവിതത്തിൻ്റെതായിരിക്കുന്ന സൗഭാഗ്യങ്ങളെ നുകരുകയും അല്ല കയ്പിന്റെ അനുഭവം വരികയും ചെയ്യുമ്പോഴാണ് ദൈവവചനത്തിന്റെ കടപ്പാടുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ആ നിലയിൽ ദൈവ മക്കൾ എന്ന നിലയിൽ പ്രിയ സഹോദരി, പെന്തക്കോസ്ത് സഭയിൽ ആയ ഷാരോൺ ഫെലോഷിപ്പ് സഭയിൽ പെട്ടതായിരിക്കുന്ന ഒരു സഹോദരിയും പ്രിയമാമച്ചൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അരിമുക്ക് സഭയുടേതായിരിക്കുന്നതായ അവിടുത്തെ വിശ്വാസികളാണ്. ദൈവമക്കൾ എന്നുള്ളതായ നിലയിൽ അവര് ദൈവം അനുസരിച്ച് അവരുടെ ജീവിതം നയിക്കേണ്ടതുമാണ്. അവരുടെ വഴികളിൽ നടക്കുന്നവനാണ് ഭാഗ്യവാൻ, അവരാണ് മക്കള്, അവരുടെ ഫലപ്രദമായ ഇപ്പോഴത്തെ സ്ത്രീലോകം അവരെ സമ്മതിക്കുന്നതിന് ദൈവം പറഞ്ഞിരിക്കുന്നു. സ്ത്രീകൾ ബലഹീനവാദമെന്നും അവർ കുറയ്ക്ക് കൂട്ടവകാശികളെന്നും നോക്ക് ബഹുമാനം കൊടുക്കി. അതുകൊണ്ട് സ്ത്രീയോടുള്ള ആ ഭാര്യ പറയുന്നത് സൗന്ദര്യം സാവധാനതയും എന്ന അക്ഷയഭൂഷണം. അങ്ങനെയല്ലോ പണ്ട് അബ്രാമിനെ യജമാനെന്ന് വിളിച്ച് സകലത്തിനും കീഴ്പ്പെടുത്തിയിരുന്നത്. സകലത്തിനും കീഴ്പ്പെടുക, അനുസരിക്കുക, അതെ സൂക്ഷിക്കുക, കീഴ്പ്പെടുക, ഇതെല്ലാം ആ വിഷയം ഞാൻ അവസാനിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചെയ്യുക അഥവാ ഒരു കൈത്തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കുന്നതായ ഒരു നല്ല യൗവനക്കാരൻ, വളരെ തയ്യലുള്ളതായിരിക്കുന്ന സമയം ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങി വരാം എന്നുള്ളതായിരിക്കുന്ന ചിന്തയോട് ശീബമോളെ ഞാൻ സൂക്ഷ്മ 1 മണിക്ക് വരും എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്രമപ്പെടുത്തിയിട്ട് തയ്യൽക്കടയിൽ പോയി. അത് കഴിഞ്ഞു 1 മണിയായപ്പോൾ ചെന്നപ്പോൾ അരി തിളയ്ക്കുന്നതേ ഉള്ളൂ. ഇനിയും വേണം ഏതാണ്ട് ചില മിനിറ്റുകൾ. ആ ഉണ്ണെ പറയുന്നു, മാമച്ചാൻ പറയും, ഷീബേ ഞാൻ പറഞ്ഞതാണ് 1 മണിക്ക് വരണം, കഴിക്കാൻ ഒരുപാട് കിടക്കുന്നു, ഇങ്ങനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ വേണം, കൊച്ചു സമ്മതിച്ചില്ല. ഞാന് അവിടെ ഇരുന്നു പോയി. അല്ല, കൊച്ചു സമ്മതിച്ചെന്നോ കുഞ്ഞ് സമ്മതിക്കുന്നോ അല്ല വിഷയം. ഉടനെ പറയേണ്ടത് ഇതാണ്, അച്ചാച്ചാ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ വിളി. അതും കഴിഞ്ഞു പേര് വിളിക്കുന്നുണ്ട്. അയ്യോ എന്ത് സംഭവിച്ചെന്നറിയാമോ, കുഞ്ഞിന് വല്ലാത്ത പ്രയാസം, ചുമച്ചതിന് ശേഷം കക്കുകയായിരുന്നു. ആകെ ഞാൻ സ്വല്പം ഇപ്പം വിളമ്പി തരാമല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ കയറി ഒന്നോടൊന്ന് തീ വരിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി കൊടുത്തു, വിളമ്പിക്കൊടുത്തോടനെ എന്താ കല്ല് കടിക്കുകയാണ്. കല്ല് കടിച്ചോടനെ എന്താണ് നീ ഇത് അരിക്കാഞ്ഞത്? അയ്യോ ഞാൻ അരിച്ചതാ, പക്ഷെ അറിയാതെ ഞാൻ എടുത്തു കളയാമല്ലോ എന്ന് പറഞ്ഞ് 2 കൈയും ഇട്ട് ചോറിനകത്തുനിന്ന് ആ കല്ല് വിറക്കി കളഞ്ഞാലുണ്ടല്ലോ, പുരുഷന്മാർ വെറും പാവങ്ങളാണ്. സൗകര്യമാർ മനസ്സിലാക്കണം, വെറും പാവങ്ങളാണ്. അവരോട് ഇടപെടുന്നത് പോലെ അവർ പാവങ്ങൾ അകത്തുമുള്ളൂ. അങ്ങനെയാകുമ്പോൾ ആ 2 കൈ വിട്ട് കല്ല് വിറക്കി കളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്രയും നീണ്ട തലമുടി. അത് കണ്ടു കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, ആ ശീവയുടെ തലമുടിയാ, താരമില്ല എന്ന് പറഞ്ഞ് വാരത്തിന്റെ തലമുടി. അവിടെ 2 പേരുടെയും സൗമ്യത, സാവധാനത, ബലഹീനപാത്രമാണെന്നുള്ള ചിന്ത, ഇതെല്ലാം കൂടെ
മനസ്സിലാക്കിയപ്പോൾ ആ വീട്ടിലെന്തില്ല? കലഹമില്ല, മൂശയില്ല, വെറുവെറുപ്പില്ല, സന്തോഷവും സമാധാനമാണ്. അവരവരുടേതായിരിക്കുന്ന കടപ്പാടുകളെ മനസ്സിലാക്കി ചെയ്താൽ കുടുംബജീവിതം പോലെ നല്ലൊരു ജീവിതമില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ? മണവാട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നും ഉപമിക്കാനില്ലായിരുന്നോ? എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തോടുള്ള ബന്ധത്തിൽ ആ കുടുംബജീവിതത്തിന് സൗഭാഗ്യമാക്കുക പരിശുദ്ധാത്മാവ് മനസ്സിലാക്കിയിട്ടാണ് ക്രിസ്തു സഭയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഏത് കാര്യം പറഞ്ഞത്? ക്രിസ്തുവിനെയും സഭയെയും ആ കാര്യം ഞാൻ വിടുന്നു. ശിവയോട് ഞാൻ പറയുന്നത്, യഹോവ റാഹേലിനെ പോലെ അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതു. പേരും പെരുമയും പ്രശസ്തിയുള്ളതായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്നതായ ആ ജാതി ഇന്നും നിലനിൽക്കത്തക്കവണ്ണം ആ ജാതിയെ കെട്ടിപ്പടുക്കുവാൻ ഒരു റാഹേലിനെയും ദൈവം ഉപയോഗിച്ചതുപോലെ അന്യജാതിക്കാരിയായ രൂത്തിനെയും ദൈവം അപ്രകാരമാക്കി തീർത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യഹോവയുടെ ചിറൻ കീഴിൽ ആശ്രയിച്ചെന്നതുകൊണ്ടാണ്. മാമച്ചന്റെ വീട്ടിലേക്ക് പോവുക. അവിടെ ചെന്നതിന് ശേഷം ഒരു പുതിയ ഗ്രഹം, പേരും പെരുമയും പ്രശസ്തിയും ഭക്തിയും ദൈവാശ്രയുള്ളതായ ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ യൂത്തിനിടയാക്കിയത് ദൈവം ഇടയാക്കിയതുപോലെ യശീവയ്ക്കും ദൈവം അതിന് സഹായിക്കട്ടെ, അതിനുള്ള ബുദ്ധി കൊടുക്കട്ടെ, ജ്ഞാനം കൊടുക്കട്ടെ, പ്രവർത്തിക്കട്ടെ. യഹോവരാശ്രയിച്ചുകൊണ്ട്, മാമത്തിന് യഹോവരാശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്, ദൈവവചനത്തിനൊത്തവണ്ണം മുൻപോട്ട് പോകുമ്പോൾ ആ യൂത്ത് തന്റെ വീട്ടിൽ വന്നതുകൊണ്ട് ആ പ്രസിദ്ധനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ തന്റെ സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടി വരുന്നു. ആകയാൽ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുന്നത് കന്യകയാണ്. എന്നാൽ വിവാഹം നടക്കുന്നത് നിർമ്മല കന്യക. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തു. നിർമ്മല കന്യക ആകുന്നത് ആയെങ്കിൽ മാത്രമേ വിവാഹം നടക്കത്തുള്ളൂ. ഇല്ലെന്നൊരിക്കലും വിവാഹം നടക്കത്തില്ല. ഭാര്യയെ അഥവാ മണവാട്ടി എന്ന് പറയുന്നത് ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുന്നതായ ദൈവത്തിന്റെ സഭ. ആ സഭയെ വേടിയിരിക്കുവാൻ അവൻ താമസമില്ലാവരുന്നല്ലോ. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. കർത്താവ് നിങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ പാദാന്തിയെ അടുത്ത് വരുവാനും നിന്റെ ദാസന്മാരിൽ കൂടെ ശ്രേഷ്ഠമേറിയ ആലോചന അവിടെ നിങ്ങൾ കേൾപ്പിച്ചതിനായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ തുടർന്നുള്ള ശുശ്രൂഷയെയും അവിടുന്ന് മാനിക്കണമേ. അതിനായിട്ട് നിന്റെ വിലയേറിയ വൃത്തിനെ അവിടുന്ന് പിന്നെയും കരങ്ങളിൽ പ്രയോജനപ്പെടുത്തണം എന്നങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഈ പകൽക്കാലം കേട്ടതായ വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന് പ്രസാദമുള്ളവരായി കെട്ടിപ്പടുക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ വധുവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിനായി സകലം ചെയ്യണമേ. യേശു കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കുമാറാകണമേ. നമ്മളെ സ്നേഹിച്ചിട്ടും അവിടെ കുടുംബജീവിതം അനുഗ്രഹകരമായി തീരണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് സാക്ഷികളായി നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. നമ്മുടെ ആഗ്രഹം കൊണ്ട് സാധിക്കുകയില്ല, എന്നാൽ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. ആകയാൽ ഇവിടെ കൂടിയിരിക്കുന്നതായ എല്ലാ ദൈവമക്കളും ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കും. കർത്താവേ, ഒരു വിശുദ്ധ കുടുംബജീവിതം നയിക്കുവാൻ ആവശ്യമായിരിക്കുന്നതായ സകല അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവത്തിൽ ചെന്നാൽ ദൈവം അത് കേട്ട് അതിനുള്ളതായിരിക്കുന്നതായ മുഖാന്തങ്ങളെ ദൈവം ഒരുക്കി കൊടുക്കും. ആകെ പ്രാർത്ഥനയോടുകൂടെ ഡേവിഡിന്റെയും കുഞ്ഞമ്മ ഡേവിഡിന്റെയും മകൻ
മാമച്ചൻ ഡേവിഡ് എഴുതി. എന്നാ യുവാവും കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് കൊട്ടാരക്കര വില്ലേജിൽ മോൻസി മന്ദിരത്തിൽ ശ്രീമാൻ ഓ തങ്കച്ചന്റെയും ശ്രീമതി മേരിക്കുട്ടി തങ്കച്ചന്റെയും മകൾ ഷീബ തങ്കച്ചൻ തമ്മിലുള്ളതായിരിക്കുന്ന വിശുദ്ധ വിവാഹം ഇവിടെ വെച്ച് നടക്കത്തക്കവണ്ണം വേണ്ടപ്പെട്ടവർ കൂടി തീരുമാനിച്ചു വന്നിരിക്കുക എന്നാണ്. ദൈവത്തിന്റെ വചനപ്രകാരവും ഇന്ത്യ ഗവൺമെന്റിൻ്റെതായിരിക്കുന്നതായ നിയമപ്രകാരവും ഇത് നടത്തിക്കൊടുക്കാതെ ഇരിപ്പാൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസ്താവിക്കാവുന്നത് ഇല്ല എന്ന് വരികിൽ ഇന്നെന്ന പോലെ എല്ലാവരും ഈ വിഷയത്തിൽ മൗനമായിരിക്കണം. കൂടി വന്നിരിക്കുന്നതായ മാന്യ സദസ്സ് ഈ വിവാഹ ശുശ്രൂഷ നടത്തിക്കൊടുക്കുവാൻ മാവിനും അനുവാദം തന്നിരിക്കുക. ഞാൻ ഈ ശുശ്രൂഷ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ മാമത്തിനോട് ഞാൻ ചോദിക്കുന്നു, ധന്യനായ ഏകാധിപതി രാജാവും കർത്താതി കർത്താവും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തതും കാണുവാൻ വഹിയാത്തതുമായിരിക്കുന്ന അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നല്ല ചെയ്യാനും പ്രാപിച്ച ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠദൂതന്മാരെയും സാക്ഷിയാക്കി ഞാൻ മാമച്ചനോട് ചോദിക്കുന്നു, നിന്റെ വലത്തുഭാഗത്ത് നിന്റെ സമീപം നിൽക്കുന്നതായ ഷീബ എന്ന യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ നിനക്ക് മനസ്സായിരുന്നോ? സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും അങ്ങനെ ലോകത്തിൽ സംഭവിക്കാവുന്ന ഏത് പരിസ്ഥിതിയും ദൈവം നിങ്ങൾ ഒരുവരെ ഈ ഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നവരെ അവളോട് വാർത്ത് ജീവിച്ച് വിശ്വസ്തത പാലിച്ച് അങ്ങനെ ദൈവവചനപ്രകാരം ജീവിച്ചുകൊള്ളാമെന്ന് ദൈവസന്നിധി തീരുമാനമെടുക്കുന്നുവോ? ഷീബയോട് യോജിക്കുന്നു. ധന്യനായ ഏകാധിപതി രാജാവും കർത്താവും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തതും കാണുവാൻ വഹിയാത്തതുമായ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധി സകല ഹൃദയങ്ങളെ ഉൾപ്പെടെ ആരായി മഹോന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപേ നിൽക്കുന്ന മാമച്ചനും യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ നിനക്ക് മനസ്സാണോ? സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും ഇങ്ങനെ ലോകത്തിൽ സംഭവിക്കാവുന്നതായ ഏത് മനസ്സ് അവനോട് മാത്രം ചേർന്നിരുന്ന് ശുശ്രൂഷിച്ച് അവൻ അനുസരിച്ച് കീഴ്പ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാമെന്ന് ഈ ദൈവത്തിന് തീരുമാനമെടുക്കുന്നുവോ? ഇന്നിമങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഇരിക്കുന്നതായ എല്ലാ വിശ്വാസന്മാരും ദൈവങ്ങളെ യോജിപ്പിക്കാൻ പോകുന്നതായി കലവകളെ തുറന്നവരെ പ്രാർത്ഥനയോടുകൂടി ഏതൻ പൂങ്കാവനത്തിൽ എന്നിവരെ യോജിപ്പിച്ചവനായ ഈ ഏകനാം ദൈവം നിങ്ങളെ ഇപ്പോൾ ഭാര്യാഭർത്താക്കന്മാരായി ഭാര്യയായി ഇന്നു മുതൽ സ്വീകരിച്ചു
സുഖത്തിനും ദുഃഖത്തിനും സമ്പത്തിനും ദാരിദ്ര്യം നന്മയിലും തിന്മയിലും ലോകത്തിനും ആരോഗ്യം ഇങ്ങനെ ലോകത്തിൽ സംഭവിക്കാം. ഏത് പരിസ്ഥിതിയും നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് പോഷിപ്പിക്കണം ജീവിച്ചുകൊള്ളാമെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് നിന്നോട് ഉടമ്പടി ചെയ്യും. ഈ വസ്തുതയ്ക്ക് ഇവിടെ കൂടിയിരിക്കുന്നതായ വിശുദ്ധ സഭയിൽ ശ്രേഷ്ഠദൂതന്മാർ ായ നല്ല സ്വീകാരം ക്രിസ്തുയേശുവും സാക്ഷികൾ ആകുന്നു. ശരിയാകും. ഞാൻ മാമച്ചനാണെന്ന് താങ്കൾ എൻ്റെ ഭർത്താവായി ഇന്നു മുതൽ സ്വീകരിച്ചു. സുഖത്തിനും ദുഃഖത്തിനും സമ്പത്തിനും ദാരിദ്ര്യത്തിനും നന്മയിലും രോഗത്തിനും ആരോഗ്യം ഇങ്ങനെ ലോകത്തിൽ സംഭവിക്കാതെ ഏത് ബന്ധത്തിൽ അങ്ങനെ സ്നേഹിച്ച് ബഹുമാനിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ജീവിച്ചുകൊള്ളാം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു. ഈ വസ്തുതയ്ക്ക് ഇവിടെ കൂടിയിരിക്കുന്ന വിശുദ്ധ സഭയിൽ കർത്താവായ യേശു ശ്രേഷ്ഠദൂതന്മാർ സാക്ഷികൾ ആകുന്നു. സ്വപൂരാമി ദൈവകൃപയിൽ ആശ്രയിച്ചു ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനം സ്വർഗം ഒപ്പുവെച്ചിരിക്കുകയാണ്. സ്വർഗം അത് സ്വീകരിച്ചിരിക്കുകയാണ്. ഒന്നാമത് സ്വർഗവും രണ്ടാമത് ദൈവത്തിന്റെ സഭയും നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്ന് അവ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളും ആ എടുത്തതായിരിക്കുന്ന തീരുമാനത്തിൽ ഇപ്പോൾ മുതൽ ഉറച്ചു നിൽക്കേണ്ടതുമാകുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാത്തതായിരിക്കുന്ന ജീവിതത്തിന്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. നിങ്ങൾ വിചാരിക്കാത്ത നിലയിൽ ഐശ്വര്യ സമ്പത്ത് കൊണ്ടോ ദൈവം നിങ്ങളെ നിറച്ചെന്നും വരാം. അല്ല, ഐശ്വര്യവും സമ്പത്തും ദൈവത്തിന്റെ ദാനമാണ്. ആ ദൈവത്തിന്റെ ദാനങ്ങള് ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കരുത്. നിങ്ങൾ ഒരിക്കൽ പോലും അതിൻ്റെതായിരിക്കുന്നതിൽ അഹങ്കാരത്തിന് വർത്തമാനം പറയരുത്. അല്ല, നിങ്ങൾ വിചാരിക്കാത്തതായിരിക്കുന്ന കയ്പിന്റെ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ പിറുപിറുക്കരുത്. നിങ്ങൾ അന്യോന്യം കുറ്റം പറയരുത്. അന്യോന്യം പഴിചാരാറുണ്ട്. സർവശക്തനായ ദൈവം നിങ്ങളെ യോജിപ്പിച്ചു. കർത്താവേ, ഈ കയ്പിന്റെ അനുഭവങ്ങളെ മാറ്റി നീ ഞങ്ങളെ നിന്റെ നന്മയോട് നിറയ്ക്കണമെന്നോ നിങ്ങൾ ഇരുവരും കൂട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ യോജിപ്പിച്ചനായ ദൈവം ആ നിങ്ങളേതായിരിക്കുന്ന ആ ദുർബലമായ പ്രാർത്ഥനകേട്ട് നിങ്ങൾക്ക് വേണ്ടുന്നതായ സകല നന്മകളും അവ വിചാരിക്കാത്ത നിലയിൽ വലിയ കാറ്റടിച്ചു. ഓളങ്ങൾ പൊങ്ങി ആ പടയിനെ മുക്കിക്കളയൊന്ന് ചിന്തിച്ചപ്പോൾ അവർ പറഞ്ഞു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു, എനിക്ക് വിചാരമില്ലയോ എന്ന് ചോദ്യോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ വന്നിട്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അവക്കരയെത്തി. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കാത്തതായിരിക്കുന്ന വൈഷമ്യം ഉണ്ടായി വരാം. നിങ്ങൾ വിചാരിക്കുന്നതിനും നിരക്കുന്നതിനുപരിയായി നന്മ കൊണ്ടോ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചെന്ന് വരാം. എക്കാലോ യഹോവയിൽ ആശ്രയിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൃപയുള്ളവരായി സഭയ്ക്കും ദേശത്തിനും നിങ്ങൾ യോഗ്യരായി മുൻപോട്ട് പോകുവാൻ സർവശക്തൻ നിങ്ങളെ തുണയ്ക്കും. സർവശക്തൻ നിങ്ങളോട് കൂടെയിരിക്കും. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കും.
സർവശക്തന്റേതായിരിക്കുന്ന ആ ശുഭകരമായ അവസ്ഥ മറ്റുള്ളവർ കാണുവാനിടയായി. അതിനവൻ സൃഷ്ടിച്ചവനാണ്, അവൻ പെടുവാൻ സൃഷ്ടിക്കുന്നു. അതിനുള്ള മനുഷ്യനോട് ഭാര്യയോട് പറ്റി ഒരു ദേഹമായി തീരും നല്ല ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചു. അതുകൊണ്ട് മേലാനല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ സമ്പന്നനായ ദൈവമേ, സുഖസ്ഥപിതാവേ, ഈ പ്രിയപ്പെട്ടവർ നിന്റെ കൃപയിൽ ആശ്രയിച്ചു നിന്റെ സന്നിധിയിൽ എടുത്തതായിരിക്കുന്നതായ ആ വിശുദ്ധ തീരുമാനത്തിൽ ഉറച്ചിരുന്നുകൊണ്ട് നീ അവർക്ക് അനുവദിക്കുന്നത് കാലയളവരെയും അന്യോന്യം സ്നേഹിച്ച് അന്യോന്യം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ നിലയിൽ മുന്നേറുവാൻ കാണും നീ കൃപ പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമനായ ഭർത്താവിന് ആവശ്യമായിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും കൃപകളോടുകൂടെ ഒരു ഉത്തമയായ ഭാര്യയ്ക്ക് ആവശ്യമായിരിക്കുന്ന ശുശ്രൂഷ മനോഭാവത്തോടുകൂടെ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവളാക്കി ശീബയെ തീർക്കണമേ. ആ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനം, ദൈവത്തെ ഭയപ്പെടുന്ന ഭവനം, ദൈവകൃപയുള്ള ഭവനം എന്ന് മറ്റുള്ള പറയത്തക്കണുള്ളതായിരിക്കുന്ന അനുഗ്രഹാശിസുകളെ ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ പേര് പ്രാർത്ഥിക്കുന്നു. നീ അങ്ങനെ ചെയ്യാൻ പോകുന്നത് സ്തോത്രം പുത്രന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. പുത്തൻ വീട്ടിൽ ശ്രീമാൻ മാത്യു ഡേവിഡിന്റെയും കുഞ്ഞമ്മ ഡേവിഡിന്റെയും മകൻ മാമച്ചൻ, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര വില്ലേജിൽ മോൻസി മന്ദിരത്തിൽ ശ്രീമാൻ ഓ തങ്കച്ചന്റെയും ശ്രീമതി മേരിക്കുട്ടി തങ്കച്ചന്റെയും മകൾ ഷീബ എന്നിവർ പരസ്പരം സംബന്ധിച്ച ഉഭയസമ്മതത്താൽ ഇപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യ വേർതിരിക്കരുത്. ശുശ്രൂഷകൾക്കായി ഞങ്ങളുടെ ഭൃത്യന്മാരെ കരങ്ങൾ ഉപയോഗിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. വിശേഷാൽ വിവാഹ ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം അവിടുത്തെ വലിയൊരു ഭക്തനെ അവിടുത്തെ കരങ്ങളിൽ ഉപയോഗിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. നിരന്തരമായ കൂട്ടായ്മ ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വിശേഷായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായ വധൂവരന്മാരോടുകൂടെ ഉണ്ടായിരിക്കുമാറാണ്. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി,
സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. നമ്മുടെ ശ്രീയേശു, ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു. ഈ ഞാറ്റുവേല പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു, ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു. അഞ്ചപ്പം 5000 കണ്ണവനേകിയതും കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. അഞ്ചപ്പം 5000 കണ്ണവനേകിയതും കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. ഗുരുവല്ലേ കൃപയല്ലേ കുരിശേറുമ്പോൾ ചെയ്തതും ത്യാഗമല്ലേ. ഇനി നമുക്ക് ദൈവം കരുണയാണെന്നു വിളിച്ചു ചൊല്ലുക നാം. ഇനി മരിക്കുവോളം അഭയമേകാൻ കുരിശുമുദ്ര മതി. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവനടിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. ശ്രീയേശു, ചുടുവീർപ്പു വീഴും മണ്ണിലുണ്ട് നമ്മുടെ പൊന്നേശു. ഈ ആട്ടിരയ പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു, ചുടുവീർപ്പു വീഴും മണ്ണിലുണ്ട് നമ്മുടെ പൊന്നേശു. അന്ധന്റെ കണ്ണുകൾക്കവൻ കാഴ്ചയേകിയതും രോഗങ്ങൾ കാരുണ്യത്താൽ സൗഖ്യമാക്കിയതും. അന്ധന്റെ കണ്ണുകൾക്കവൻ കാഴ്ചയേകിയതും രോഗങ്ങൾ കാരുണ്യത്താൽ സൗഖ്യമാക്കിയതും. അവനല്ലേ ഗുരുവല്ലേ മുറിവേൽക്കുമ്പോൾ ചൊന്നതും നന്മയല്ലേ. ഇനി നമുക്ക് ജന്മം സഫലമായെന്നറിഞ്ഞു പാടുക നാം. ഇനി മനുഷ്യപുത്രന്റെ ചുടുനീളത്തിന്റെ പൊരുളറിയുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവനണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവനണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ.
അടുക്കൽ കൂടി വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹമായി ചെയ്തെടുക്കുവാൻ നിന്റെ വിനീതീയ ഭൃത്യന്മാരിൽ കൂടെ കർത്താവ് സഹായിച്ച അങ്ങയുടെ മഹാകരണകൾക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ, ഭാരങ്ങളുടെ നടുവിൽ, ഇടുക്കങ്ങളുടെ നടുവിൽ, ഞെരുക്കങ്ങളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ അത്താണിയായി, നായകനായി ഞങ്ങളോട് കൂടെയുള്ള കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവിനാൽ ഈ ഭൂമിയിൽ നീ അവിടുന്ന് സ്ഥാപിച്ചത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സർവ്വിധമായ നന്മകളാൽ നിറയ്ക്കണമേ, നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, അടികളെ സന്തോഷത്തോടെ അയക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ചിറകിൽ നിറം കുടഞ്ഞുണരും കൊഞ്ചിയാട്ടം, കനവിലൊരു തെന്നിയാട്ടം. കൂട്ടുവാവാ കുറുമ്പൊതുക്കി കൂടവാവാ. ചിറകിൽ നിറം കുടഞ്ഞുണരും കൊഞ്ചിയാട്ടം, കനവിലൊരു തെന്നിയാട്ടം. പകലിൻ പടവിൽ നിഴൽ മായുമ്പോൾ ഇളമാന്തളിരുണ്ടു കുണുങ്ങും കുയിലായി കുറുടാൻ വാ. മഞ്ഞക്കുഞ്ഞി തുമ്പിക്കൊപ്പം കൂടെ കൂടി പാടാനേതോ നാടൻ ശീലും മൂളിത്തന്നേ പോ. കുഞ്ഞോമൽ ചിറകിൽ നിറം കുടഞ്ഞുണരും കൊഞ്ചിയാട്ടം, കനവിലൊരു തെന്നിയാട്ടം. മേലെ കണിമഞ്ഞോരം മഴവില്ലൊളിയായി മനമാടുമ്പോൾ കളകാകളി മൂളി നടക്കും കുരുവി അരികിൽ വാ.
പാടാനേതോ നാടൻ ശീലം മൂളിത്തന്നേ പോ. വെള്ളാരം കിളികൾ വലം വെച്ചു പറക്കും വേനൽ മാസം, മനസ്സിലിത് മഞ്ഞു മാസം. കാണാ കാറ്റിൻ തണൽ തേടാൻ പതിരില്ല പഴമൊഴി പാട്ടുപാടാം. വെള്ളാരം കിളികൾ വലം വെച്ചു പറക്കും വേനൽ മാസം, മനസ്സിലിത് മഞ്ഞു മാസം.